പിതാവിനും പുത്രനും പരിശുദ്ധവായ്ക്കും സ്തുതി. ആദ്യത്തിൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ കീഴിലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രം സംഘടിപ്പിക്കുന്ന വചനസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. സുറിയാനി സഭയുടെ ആരാധന വർഷത്തിന്റെ ആദ്യഘട്ടം അറിയിപ്പുകാലം, സൂബോറോ കാലം, അനുഗ്രഹീതമായ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ മനുഷ്യാവതാര പദ്ധതിയിലേക്ക് സ്വർഗത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സുപ്രധാന വ്യക്തികൾക്ക് സ്വർഗത്തിന്റെ സന്ദേശം കൈമാറുന്ന അറിയിപ്പിന്റെ കാലഘട്ടമാണ് ആരാധന വർഷത്തിന്റെ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. കൂദോശീത്തോ ഞായറാഴ്ച ആരംഭിച്ച് ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച അവസാനിക്കുന്ന ആദ്യത്തെ ഘട്ടം എന്തുകൊണ്ടും നിർണായകമായ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. യൂഹാനോൻ മംദാനയുടെ ജനനത്തിന്റെ അനുസ്മരണമാണ് ഈ കർത്തൃദിനം പരിശുദ്ധ സഭ അനുസ്മരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസയുടെ രക്ഷാകരമായ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 57 മുതൽ 80 വരെയുള്ള തിരുവചന ഭാഗമാണ് യൂഹാനോൻ മംദോനോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഈ കർത്തൃദിനത്തിൽ പരിശുദ്ധ സഭ ചിന്തിക്കുന്നത്. നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി സക്കറിയ പുരോഹിതനും എലിശുവായ്ക്കും ദൈവത്തിന്റെ പ്രത്യേകമായ അരുളപ്പാടനുസരിച്ച് യൂഹാനോൻ മംദോനോ ജനിക്കുന്നതാണ് ഇന്നത്തെ ഈ കർത്തൃദിനത്തെ സന്തോഷഭരിതമാക്കി തീർക്കുന്നത്. സൂര്യോദയത്തിന് മുമ്പ് ഉദയനക്ഷത്രമാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുക. നീതിയുടെ സൂര്യനായ നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന് മുന്നോടിയായി ഒരു ഉദയനക്ഷത്രം കണക്കെ സ്നാപക യോഹന്നാൻ മിന്നി തിളങ്ങുകയാണ്. ഉദയസൂര്യനായ ക്രിസ്തുവിന് മുന്നോടിയായി ഇതാ ഉദയനക്ഷത്രം അവതാരം ചെയ്യുകയാണ്. ആബിയ ഗണത്തിലെ സക്കറിയ പുരോഹിതനും എലിസബത്തിനും ഗബ്രിയേൽ മാലാഖയുടെ അരുളപ്പാടനുസരിച്ച് ഇതാ യോഹന്നാൻ മംദാനോ പിറക്കുകയാണ്. കന്യക മറിയാമിന് ഗബ്രിയേൽ മാലാഖയുടെ അരുളപ്പാടുണ്ടാകുമ്പോൾ ഗബ്രിയേൽ മാലാഖ ഓർമ്മപ്പെടുത്തുന്നു, മച്ചി എന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് 6-ാം മാസമാണ്. ആ അരുളപ്പാടനുസരിച്ച് മറിയാം ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ വിശ്വാസപൂർവ്വം സമർപ്പിച്ച്, കണ്ടാലും ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആ നാളുകളിൽ തന്നെ മറിയാം എഴുന്നേറ്റ് നസറേത്തിൽ നിന്ന് ഏകദേശം 100 മൈലുകളോളം ദൂരമുള്ള യഹൂദ മലനാടുകളിലേക്ക് സക്കറിയായുടെ ഭവനത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. പ്രത്യേകിച്ച് തന്റെ മാതൃ സഹോദരി കൂടിയായിരിക്കുന്ന എലിശുബായുടെ അടുക്കലേക്ക്, യഹൂദ മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവൾ, വചനം പറയുന്നു, അവൾ ഏറെ ആഹ്ലാദചിത്തയായിരുന്നു. പൂർവികരായ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ, വിശേഷാൽ പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും സംഭവബഹുലമായ വിശ്വാസ ജീവിതത്തിൽ സ്വർഗം ഇടപെട്ട് പ്രവർത്തിച്ചതിനെ അവൾ അനുസ്മരിച്ചു. അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രതിസന്ധികളുടെ മേൽ സ്വർഗം ആവസിച്ചതും പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി തീർത്തതുമെല്ലാം അവളുടെ ചിന്തയിൽ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. അതെല്ലാം ഓർത്തെടുത്ത് ഇതാ ഈ കാലത്ത് എന്നിലേക്ക് സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്നു,
ഞാനും അവരെ പോലെ ഭാഗ്യവതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആഹ്ലാദ ചിത്തയായി സ്തോത്രഗീതങ്ങൾ ആലപിച്ചാണ് കന്യകമറിയാം എലിസബേത്തിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ എലിസബേത്തിനെ കണ്ട് വന്ദനം ചൊല്ലി 3 മാസക്കാലം എലിസബേത്തിന്റെ കൂടെ താമസിച്ച് എലിശുബായിക്ക് പ്രസവകാലം അടുത്തപ്പോൾ മറിയാം തിരിച്ച് നസ്രേത്തിലേക്ക് കടന്നു വരികയാണ്. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട ആ നാൾ മുതൽ 6 മാസക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ ധ്യാനത്തിന്റെയും അന്തരീക്ഷത്തിൽ കഴിച്ചുകൂട്ടിയ സക്കറിയ പുരോഹിതനും ഭാര്യയായിരിക്കുന്ന എലിശുബയും അവരുടെ ജീവിതത്തിൽ സ്വർഗം ഇടപെട്ട് കൃപയുടെ 6-ാം മാസം ഓർമ്മപ്പെടുത്തുമ്പോൾ സക്കറിയ പുരോഹിതൻ സംസാരിക്കാൻ സാധിക്കാത്തവനായി മാലാഖയെ സന്ദേഹിച്ചതിനാൽ അവന്റെ സംസാരശേഷി തൽക്കാലത്തേക്ക് തടഞ്ഞുവെച്ച് അവന്റെ വായ്ക്ക് മുദ്ര വെച്ച് ഇനി അവിശ്വാസത്തിന്റെ ഒരു വാക്കുപോലും സക്കറിയ പുരോഹിതനിൽ നിന്ന് പുറപ്പെടരുതെന്ന് സ്വർഗം തീരുമാനിച്ചിട്ടാണ് ഒരു ധ്യാനത്തിന്റെ മൗനകാലം ആ കുടുംബത്തിന് നൽകുന്നത്. യോഹന്നാന്റെ ജനനം വരെയും സംസാരശേഷി നഷ്ടപ്പെട്ട സക്കറിയ പുരോഹിതൻ യോഹന്നാന്റെ ജനന സമയത്ത് അവനൊരു പലകമേൽ എഴുതി കാണിച്ചു, മകന് സക്കറിയ എന്നല്ല യോഹന്നാൻ എന്നാണ് പേര് വിളിക്കേണ്ടത്. സക്കറിയ മാത്രമല്ല, എലിശുവ മാത്രമല്ല, യഹൂദ മലനാട് മാത്രമല്ല, അവരെ അറിയുന്ന സകലരും ആഹ്ലാദ ചിത്തരായി തീർന്നു എന്ന് വചനം ഉദ്ഘോഷിക്കുകയാണ്. അവരെല്ലാം ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. കൃപയുടെ ഒരു വർഷം, കൃപയുടെ ഒരു സ്പർശം, കാരുണ്യത്തിന്റെ അലയടികൾ അവരുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലും വ്യാപരിക്കുന്നത് കണ്ട് അവരറിയുന്നവരെല്ലാം സന്തോഷചിത്തരായി തീരുകയാണ്. 6 മാസക്കാലം നീണ്ടുനിന്ന മൗനത്തിന്റെയും ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം മനോഹരമായ ഒരു സ്തോത്രഗാനത്തിലാണ് പര്യവസാനിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യോഹന്നാൻ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് സുവിശേഷത്തിന് വ്യക്തതയുണ്ട്. ഈ സുവിശേഷ ഭാഗത്ത് നാം അത് മനസ്സിലാക്കുന്നുണ്ട്. 5 ദൗത്യങ്ങൾ ഈ കർത്താവിന്റെ മുന്നോടിയായ യോഹന്നാൻ മംദോനോയിലൂടെ സ്വർഗം നൽകുന്നുണ്ട്. ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ഉന്നതനായ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ കർത്താവിന്റെ മുമ്പാകെ നടന്ന് തന്റെ വഴികളെ ചൊവ്വാക്കി തീർക്കുക. രണ്ടാമത് പാപമോചനത്തിനായി രക്ഷയുടെ അറിവ് ജനങ്ങൾക്ക് നൽകുക, ജനത്തെ അനുതാപത്തിലേക്ക് ആനയിക്കുക, അവരെ ഉപദേശിക്കുക. മൂന്നാമത് അന്ധകാരത്തിലും മരണനിഴലിലും കഴിയുന്ന വലിയൊരു ജനസമൂഹത്തെ രക്ഷയുടെ പ്രകാശത്തിലേക്ക്, അനുതാപത്തിലൂടെ കൈവരുന്ന ആ രക്ഷയുടെ പ്രകാശപൂരിതമായ അനുഭവത്തിലേക്ക് ആനയിക്കുക. നാലാമത് സ്വർഗം കാട്ടിത്തരുന്ന സമാധാനത്തിന്റെ പാത ഈ ജനസമൂഹത്തെ കാട്ടിക്കൊടുക്കുക. 5 ദൈവത്തിന്റെ കുഞ്ഞാടായ സാക്ഷാൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുക. അങ്ങനെ സ്വർഗം ഭരമേൽപ്പിക്കുന്ന ഈ 5 ദൗത്യത്തിലൂടെ ജനത്തെ മുഴുവൻ ദൈവത്തിങ്കലേക്ക് ചേർത്ത് വയ്ക്കാൻ യോഹന്നാൻ സ്നാപകന് സ്വർഗം ദൗത്യം കൊടുക്കുകയാണ്. എത്ര മനോഹരമായ കൃപയുടെ ഇടപെടലാണ് ഈ കുടുംബത്തിൽ നാം തിരിച്ചറിയുക. മക്കളുടെ അടുക്കലേക്ക് പിതാക്കന്മാരുടെ ഹൃദയത്തെ തിരിപ്പിക്കുന്നതിനും അനുതാപത്തിന്റെ സ്നാനമേൽക്കുവാനായി ജനത്തെ ഉപദേശിക്കുന്നതിനും ഒരുക്കുന്നതിനും അവരെ ആഹ്വാനം ചെയ്യുവാനായി സ്വർഗത്താൽ നിയോഗിച്ച് അയക്കപ്പെട്ടവനാണ് യൂഹാനോൻ മംദോനോ. അവന്റെ ദൗത്യ നിർവഹണത്തിലൂടെ രക്ഷയുടെ വലിയ പാത തെളിഞ്ഞു വരികയാണ്. ദൈവത്തിന്റെ മാനവോദ്ധാരണ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ച്
വ്യക്തമായ ചില ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യോഹന്നാന്റെ ജനനം എത്രയോ അനുഗ്രഹകരമായിരുന്നു. അവന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ എത്രയോ ആനന്ദകരവും കൃപയുടെ ചൈതന്യം നിലനിൽക്കുന്നതുമായിരുന്നു. അവന്റെ സമാനതകളില്ലാത്ത ഹൃദയാനുഭവത്തെക്കുറിച്ചൊക്കെ സുവിശേഷം ധാരാളമായി പറയുന്നുണ്ട്. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്, കർത്താവായ യേശുക്രിസ്തു സാക്ഷ്യം തരുന്നത്. എന്നാൽ എന്തായിരുന്നു യോഹന്നാന്റെ ഹൃദയനില? അവനോ വളരണം, ഞാനോ കുറയണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കുറയണം, യേശുക്രിസ്തു വളരണമെന്ന് ആഗ്രഹിച്ചവൻ. അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എന്നിലും വലിയവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. എത്രത്തോളം വിനയപൂരിതമായ ജീവിതം, എത്രത്തോളം ശ്രേഷ്ഠ സമ്പൂർണമായ ജീവിതം, എത്രത്തോളം സമഗ്രത നിലനിൽക്കുന്ന ജീവിതമാണ് യോഹന്നാൻ മംദാനയുടേത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ കർത്തൃദിനത്തിന്റെ ചിന്തയിലായിരിക്കുമ്പോൾ സ്വർഗം വാഗ്ദത്തം ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ നമുക്ക് സാധിക്കണം. സക്കറിയ പുരോഹിതനുണ്ടായ ആ വെളിപ്പാട്, അരുളപ്പാട്, അത് അനുഗ്രഹകരമായി നിറവേറ്റി സ്വർഗം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തത കാണിക്കുമ്പോൾ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നിനക്ക് വാക്ക് തന്നവൻ മാറാത്തവനാണ്. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിന്നെ അറിയുന്നവൻ, കൂടെയിരിക്കുന്നവൻ, നിന്നെ വഴി നടത്താൻ, ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ ആനയിക്കാൻ, കൃപയുടെ ധാരാളിത്വത്തിലേക്ക് നിന്നെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ ജീവിതം നമ്മുടെ മുന്നിൽ വെക്കുന്നത് കർത്താവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാനെ പോലെ നിർഭയം, നിരന്തരം ദൈവത്തിന്റെ സന്നിധിയിൽ, പ്രാർത്ഥനാ ചൈതന്യത്തിൽ, ശുശ്രൂഷയുടെ മികവിൽ, കൃപയുടെ ധാരാളിത്വത്തിലായിരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തിരുജനന പെരുന്നാളിനായിട്ട് ഒരുങ്ങുമ്പോൾ ആ വലിയ അനുസ്മരണത്തിലേക്ക് ഈ 2024 വർഷം നമ്മെ ആനയിക്കുമ്പോൾ ദൈവിക പരിപാലനയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. കർത്താവിന്റെ ജനനത്തിന്റെ മധുരസ്മരണ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, ശുശ്രൂഷ ജീവിതത്തെ ബലപ്പെടുത്താൻ, കൃപയോട് ചേർന്നിരിക്കാൻ, അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ, സമാധാനവും സന്തോഷവും നന്മകളും പങ്കിട്ട് അനുഭവിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും ദൈവിക പരിപാലന ഉറ്റുനിൽക്കുന്ന ഒരു നല്ല സുദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.